നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഹോമോമോർഫിസം എന്നുള്ള ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം ഹോമോമോർഫിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഫ്രം എ ഗ്രൂപ്പ് ജി ടു അനദർ ഗ്രൂപ്പ് ജി ഡാഷ് സാറ്റിസ്ഫൈ ദ ഹോമോമോർഫിസം പ്രോപ്പർട്ടി ഫൈ ഓഫ് എ ബി ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി. ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഹോമോമോർഫിസം എന്ന് പറയാം. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ഡെഫിനിഷനാണ് പഠിക്കുന്നത്. ലെറ്റ് ഫൈ ബി എ മാപ്പിംഗ് ഓൺ എ സെറ്റ് എക്സ് ഇൻറ്റു വൈ. അപ്പോൾ രണ്ട് സെറ്റ്, ഒന്നിൻ്റെ പേര് എക്സ് വൈ. എക്സ് വൈയിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ് ഫൈ. എന്താണ്? ലെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്നത് എക്സിൻ്റെ സബ്സെറ്റാണ് ആൻഡ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് വൈ. അങ്ങനെയാണെങ്കിൽ ദ ഇമേജ് ഫൈ ഓഫ് എ, ഇമേജ് ഫൈ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ ഫൈ ഓഫ് എ ബിലോങ്സ് ടു എ. അതായത് ഈ എക്കകത്തെ എലമെൻസിൻ്റെ ഇമേജസിൻ്റെ കളക്ഷൻ. ഓക്കെ, ഇതിൻ്റെ ഇമേജസ് എവിടേക്കാണോ, ഈ എ എന്ന സെറ്റിനകത്തെ എലമെൻസിൻ്റെ ഇമേജ് ബിക്കകത്ത് എവിടേക്കാണോ അതിനാണ് നമ്മൾ എന്താ പറയുക, ഫൈ ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് രണ്ട് സെറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എക്സ് വൈ, ഇതിനകത്തൊരു സെറ്റാണ് എ. ഓക്കെ, എക്സ് വൈയിലേക്കുള്ള ഫംഗ്ഷനാണ് ഫൈ. അപ്പോൾ ഇതിനകത്തെ എലമെൻസിൻ്റെ ഇമേജസ് എവിടെയൊക്കെയാണോ കിടക്കുന്നത് ഈ എക്സിനകത്ത്, ഓക്കെ, ഇത്രയും ആൾക്കാരുടെ കളക്ഷനെയാണ് നമ്മൾ എന്താ പറയുക, ഫൈ ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഫൈ ഓഫ് എക്സ് നമ്മൾ എന്താ പറയും, റേഞ്ച് ഓഫ് എക്സ് എന്ന് പറയും, നമുക്കറിയാം അല്ലേ. ഇത് എക്സ്, ഇത് വൈ, ഫൈ. അപ്പോൾ ഈ എക്സിനകത്തെ എലമെൻസിൻ്റെ എല്ലാവരുടെയും ഇമേജസിന് നമ്മൾ എന്താ പറയും, റേഞ്ച് എന്ന് പറയും, റേഞ്ച് ഓഫ് ഫൈ. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുക ഫൈ ഓഫ് എക്സ്. ഫൈ ഓഫ് എക്സ് എപ്പോഴും വൈ ആവണമെന്നില്ല, വൈ ആവുകയാണെങ്കിൽ നമ്മൾ ഓൺ ടു എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ തിരിച്ചു ഇതേപോലെ റിവേഴ്സ് പറയാണ്, ഇൻവേഴ്സ് ഇമേജ് പറയാണ്. ഇവിടെ ഒരു സബ്സെറ്റാണ് ബി. ഓക്കെ, അപ്പോൾ ഏതൊക്കെ എലമെൻ്റ് ആണോ ഈ ബിയിലത്തെ എലമെൻസിനെ മാപ്പ് ചെയ്യുന്നത് അതിൻ്റെ പ്രീ ഇമേജസിൻ്റെ കളക്ഷനാണ് നമ്മൾ എന്താ പറയുക, ഫൈ ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയാം. ഓക്കെ, ഫൈ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്കകത്തെ എലമെൻസിൻ്റെ ഇമേജസിൻ്റെ കളക്ഷൻ. ഓക്കെ, അപ്പോൾ ഫൈ ഓഫ് എ എന്നത് ഏതിൻ്റെ സബ്സെറ്റാണ്, വൈയുടെ സബ്സെറ്റാണ്. ഫൈ ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഏതൊരു സബ്സെറ്റാണ്, സബ്സെറ്റ് ഓഫ് എക്സ്. ഓക്കെ, ഇതാണ് നമ്മളെ ഡെഫിനേഷൻ പറയുന്നത്. ഇതിൽ പ്രോപ്പർട്ടീസ് ആണ്, ഒരു ഇമ്പോർട്ടൻറ്റ് തിയർ ആണ്. ലെറ്റ് ഫൈ ബി എ ഹോമോമോർഫിസം ഓഫ് എ ഗ്രൂപ്പ് ജി ഇൻറ്റു ജി ഡാഷ്. ജി ഇൻറ്റു ജി ഡാഷിലേക്കുള്ള ഒരു ഹോമോമോർഫിസം ആണ് ഫൈ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഇ ബി ദ ഐഡൻറ്റി എലമെൻറ്റ് ഓഫ് ജി ദെൻ ഫൈ ഓഫ് ഇ ഇസ് ദ ഐഡൻറ്റി എലമെൻറ്റ് ഓഫ്. അതായത് നമുക്ക് ജി ജി ഡാഷ് രണ്ട് എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഹോമോമോർഫിസം ആണ് ഫൈ. ഇതിനകത്ത് ഐഡൻറ്റിറ്റി ഇ ആണെങ്കിൽ ഇയുടെ ഇമേജ് അതായിരിക്കും ഫൈ ഓഫ് ഇ ആയിരിക്കും ജി ഡാഷിൻ്റെ ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ ജിക്കകത്ത് ഐഡൻറ്റിറ്റി ജി ഡാഷിനകത്ത് ഐഡൻറ്റിറ്റിയിലേക്കാണ് എന്ത് ചെയ്യുക, മാപ്പ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ആദ്യത്തെ. രണ്ടാമത്തെ പ്രൂവ് ചെയ്യാനുള്ളത് എ ബിലോങ്സ് ടു ജി ആണെങ്കിൽ ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻവേഴ്സ്. ഓക്കെ, എ എന്നത് ജിക്കകത്ത് എലമെൻറ്റ്സ് എടുത്താൽ ഫൈ ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എ ഹോൾ ഇൻവേഴ്സ് ആയിരിക്കും. അതുപോലെ എച്ച് എന്നുള്ളത് സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ഫൈ ഓഫ് എച്ച് ഇസ് സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ് ആയിരിക്കും. കെ ഡാഷ് ജി ഡാഷിനകത്ത് സബ്സെറ്റ് ആണെങ്കിൽ ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷിന് ജി കെയർത്ത് സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഇതാണ് പ്രൂവ്. അപ്പോൾ ഓരോന്നോരോന്നും പറയാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്തു, സപ്പോസ് ചെയ്തു ഫൈ ഇസ് എ ഹോമോമോർഫിസം ഓഫ് എ ഗ്രൂപ്പ് ജി ഇൻറ്റു ജി ഡാഷ് തന്നിട്ടുണ്ട്. ഫൈ ഒരു ഹോമോമോർഫിസം ആണ് ജിന്ന് ജി ഡാഷിലേക്ക്. ഹോമോമോർഫിസം ആണെങ്കിൽ എന്തുണ്ടാവും, ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഫൈ ഓഫ് എ ബി ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഫോർ ഓൾ എ കൊമ ബി ബിലോങ്സ് ടു ജി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇ ബി ദ ഐഡൻറ്റിറ്റി എന്നെങ്കിൽ ഇ ഡാഷ് എന്നുള്ളത് എന്താണ്, ഫൈ ഓഫ് ഇ ദ ഐഡൻറ്റിറ്റി ഓഫ് ജി ഡാഷ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, let E be the identity of
ഐഡൻറ്റിറ്റി ഓഫ് ജി. ജിക്കകത്ത് ഐഡൻറ്റിറ്റിയാണ് ഇ എന്നെടുത്തു. അതേപോലെ ഇ ഡാഷ് ബി ദ ഐഡൻറ്റിറ്റി ഓഫ് ജി ഡാഷ്. ജി ഡാഷിനകത്ത് ഐഡൻറ്റിറ്റിയാണ് ആര്? ഇ ഡാഷ് എന്നെടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? ലെറ്റ് എ ബിലോങ്സ് ടു ജി. ഏതെങ്കിലും ഒരു എ ബിലോങ്സ് ടു ജി എടുത്തു. അപ്പോൾ ഫൈ ഓഫ് എ എവിടെ ഉണ്ടാവുക? എയുടെ ഇമേജ് എവിടെ ഉണ്ടാവുക? ബിലോങ്സ് ടു ജി ഡാഷ് ആയിരിക്കും അല്ലേ. എ ബിലോങ്സ് ടു ജി ആണെങ്കിൽ ഫൈ ഓഫ് എ ഡാഷ്, ഫൈ ഓഫ് എ എവിടെ ഉണ്ടാവും? ജി ഡാഷിനകത്ത് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജിയും ജി ഡാഷും ഹോമോമോർഫിസം നമുക്കറിയാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫൈ ഓഫ് എ ഇൻറ്റു ഇ ഡാഷ്. ഇ ഡാഷ് ഐഡൻറ്റിറ്റിയാണ് അല്ലേ, ജി ഡാഷിനകത്ത് ഐഡൻറ്റിറ്റിയാണ്. ഇതും ജി ഡാഷിനകത്ത് എലമെൻ്റാണ്, അതിനകത്ത് ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം? ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ അല്ലേ. ഐഡൻറ്റിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ എലമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ. നമുക്ക് എ ഇൻറ്റു ഇ എന്ന് എഴുതിക്കോളെ. ഈ ഐഡൻറ്റിറ്റി ഓഫ് ജി ആണല്ലോ. ഓക്കെ, അപ്പോൾ ഫൈ ഓഫ് എ ഇൻറ്റു ഇ എന്ന് എഴുതാം. ഹോമോമോർഫിസം പ്രോപ്പർട്ടി പ്രകാരം ഇത് നമുക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? ഫൈ ഓഫ് എ ഇൻറ്റു ഇ ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ എന്ന് കിട്ടി. കാരണം എന്താ? സിൻസ് ഇ ഡാഷ് ഇസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ജി ഡാഷ്. ഇ ഡാഷ് എന്നുള്ളത് ജി ഡാഷിനകത്ത് ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഫൈ ഓഫ് എ എന്ന് കിട്ടി. ഫൈ ഓഫ് എ നമുക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് എ ഇൻറ്റു ഇ എന്ന് എഴുതാം. കാരണം എന്താ? സിൻസ് ഇ ഇസ് ദ ഐഡൻറ്റിറ്റി. ഇ എന്നത് ഐഡൻറ്റിറ്റിയാണ്. പിന്നെ ഫൈ ഓഫ് എന്നെ നമുക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ഇ എന്ന് എഴുതാം ബൈ ഹോമോമോർഫിസം പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ എഴുതി എഴുതു ഇ ഡാഷ് ഐഡൻറ്റിറ്റി എന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് ലൈൻ എഴുതി. ഇ ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് നമ്മൾ ഈ ലൈൻ എഴുതി. ഓക്കെ, ഫൈ ഓഫ് ഇ എന്നത് നമുക്ക് ഹോമോമോർഫിസം പ്രോപ്പർട്ടികളുണ്ട്. ഫൈ ഓഫ് എ നമുക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ഇ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ വി ഗെറ്റ്, നമുക്ക് കിട്ടിയതാണ് നമ്മൾ തുടങ്ങിയത്. ഫൈ ഓഫ് എ ഇൻറ്റു ഇ ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ഇ നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ പ്രകാരം ഫൈ ഓഫ് എ ക്യാൻസലായി. ദർഫോർ വി ഗെറ്റ് ഇ ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ. നമ്മൾ അസംഷൻ എന്തായിരുന്നു? ഇ ഡാഷ് ഇസ് ദ ഐഡൻറ്റിറ്റി എന്നാണ്. ഐഡൻറ്റിറ്റി ഓഫ് ജി ഡാഷ് എന്നാണ്. ദർഫോർ phi of A is the identity of G dash. അതായത് ഇത് ഈ തിയറം പറയണത്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയണത്, ഒരു ഹോമോമോർഫിസം എപ്പോഴും ഒരു ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റീനെ അടുത്ത ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റിയിലേക്ക് മാത്രമേ മാപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ഈ phi is a homomorphism from a group to G dash, then it maps an identity element to identity element. ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മാപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ഈ ഒരു ഐഡൻറ്റിറ്റി ആണെന്നെടുത്തു. ഇ ഡാഷ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ജി ഡാഷ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ബിലോങ്സ് ടു ജി ആൻഡ് ഫൈ ഓഫ് എ ബിലോങ്സ് ടു ജി ഡാഷ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈ ഓഫ് എ ഇൻറ്റു ഇ ഡാഷ് നമുക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് എ എന്ന് എഴുതാം. കാരണം ഇ ഡാഷ് ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, ഇനി ഫൈ ഓഫ് എ നമുക്ക് എന്ത് എഴുതാം? എ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ എന്ന് എഴുതാം. കാരണം ഈ ഐഡൻറ്റിറ്റി ആയതുകൊണ്ട്. ഹോമോമോർഫിസം പ്രോപ്പർട്ടി പ്രകാരം ഫൈ ഓഫ് എ നമുക്ക് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ഇ എന്ന് എഴുതാം. ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ പ്രകാരം ഫൈ ഓഫ് എ ക്യാൻസൽ ചെയ്തു. വി ഗെറ്റ് ഇ ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ. ഓക്കെ, therefore it maps the identity element E into phi of E. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രൂവ് ചെയ്യാനുള്ളത്, ലെറ്റ് ഇ ബി ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. നമുക്ക് രണ്ടാമത്തെ പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഹോൾ ഇൻവേഴ്സ് ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് ഇത് രണ്ടും കൂടിയിട്ട് അല്ലെ, ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു ഫൈ ഓഫ് ഇ ചെയ്ത് നമുക്ക് എന്ത് കിട്ടണം? ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്, ലെറ്റ് ഇ ബി ദ ഐഡൻറ്റിറ്റി. ഇ എന്നത് ജിക്കകത്ത് ഐഡൻറ്റിറ്റിയാണ്. ഇ ഡാഷ് എന്നുള്ളത് ജി ഡാഷിനകത്ത് ഐഡൻറ്റിറ്റിയാണ് അല്ലേ. അങ്ങനെ വെച്ചപ്പോൾ നമ്മൾ തിയറപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഫൈ ഓഫ് ഇ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇ ഡാഷ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇ ഡാഷ് നമുക്ക് എന്ത് എഴുതാം? ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ ആരാണ്?
phi of E. E നമുക്കതാ E is ഐഡന്റിറ്റി എലമെന്റ് ഓഫ് G ആണ്. അപ്പോൾ A belongs to G ആണെങ്കിൽ E നമുക്ക് എന്ത് എഴുതാം? E is equal to A into A dash എന്ന് എഴുതിക്കൂടെ, അല്ലെങ്കിൽ A into A inverse എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? phi of A into A inverse എന്ന് എഴുതി. ചെയ്തു ഇത്രേ ഉള്ളൂ. E belongs to G, അതായത് E is ഐഡന്റിറ്റി എലമെന്റ് ഓഫ് G എന്ന് എടുത്തു. E dash is ഐഡന്റിറ്റി എലമെന്റ് ഓഫ് G dash എന്ന് എടുത്തു. ഈ ഐഡന്റിറ്റി എലമെന്റ് ആയതുകൊണ്ട് E നമുക്ക് എന്ത് എഴുതാം? A into A inverse എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് E dash is equal to phi of A എന്നാണ് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് is equal to phi of Eക്ക് പകരം എന്ത് എഴുതി? A into A inverse എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? വി ഗെറ്റ് E dash is equal to phi of E is equal to E നമുക്ക് എന്ത് എഴുതി? phi of A into A inverse എന്ന് എഴുതി, which is equal to homomorphism property അപ്ലൈ ചെയ്യുമ്പോൾ phi of A into phi of A inverse. ഇത് ഫസ്റ്റ് പാർട്ട്. therefore we get E dash is equal to phi of A into phi of A inverse എന്ന് കിട്ടിയ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, സിമിലർലി E ഡാഷിനെ വീണ്ടും നമ്മൾ ചെയ്തു phi of A എന്ന് എഴുതി, phi of E എന്ന് എഴുതി, phi of E എന്ന് എഴുതി. E നമ്മൾ A inverse into A എന്ന് എഴുതി അല്ലേ? കാരണം എന്താ? സിൻസ് A into A inverse is equal to E is equal to A inverse into A, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. സോ which is equal to phi of A inverse into phi of A. നമുക്ക് കിട്ടി തന്നെ E dash is equal to ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി. ഫ്രം ഇക്വേഷൻ 1 and 2, ഇക്വേഷൻ 1 and 2 പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? phi of A into phi of A inverse is equal to E dash is equal to phi of A inverse into phi of A. അതായത് phi of Aയും phi of A inverse മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഐഡന്റിറ്റി കിട്ടും. അപ്പോൾ നമുക്കറിയാം x into y is equal to E ആണെങ്കിൽ we can say x inverse is equal to y or y inverse equal to x, രണ്ടും പറയാം. അപ്പോൾ അത് പ്രകാരം ഇവിടെ നമുക്ക് എന്ത് പറ്റും? therefore from this we can say that phi of A inverse is equal to phi of A inverse. അതാണ് നമ്മളെ സെക്കൻഡ് പാർട്ട് പ്രൂവ് ഇതാണ്. ഈ ഐഡന്റിറ്റി എലമെന്റ് ഓഫ് G ആണ്. E dash is ഐഡന്റിറ്റി എലമെന്റ് ഓഫ് G dash ആണ്. അങ്ങനെയാണെങ്കിൽ E dash is equal to phi of E എന്ന് ഫസ്റ്റ് പാർട്ട് എന്ന് പറയാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യാം? E dash നമ്മൾ phi of E എന്ന് എഴുതി, phi of E നമ്മൾ A into A inverse എഴുതി, ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1. തിരിച്ച് E dash phi of E എന്ന് എഴുതി, E-നെ നമ്മൾ A inverse into A എന്ന് എഴുതി, ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, ഇക്വേഷൻ 2. അപ്പോൾ രണ്ടും കണക്ട് ചെയ്യുമ്പോൾ we get phi of A, രണ്ടും നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് phi of A into phi of A inverse is equal to E dash is equal to phi of A inverse into phi of A. therefore phi of A inverse is equal to phi of A inverse. അതാണ് നമ്മളെ രണ്ടാമത്. ഇനി നമ്മൾ മൂന്നാമത്തെ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് നമ്മൾ ജിന്ന് ഇത് ജി ഡാഷ് ഇതിലേക്കുള്ള ഒരു ഹോമോമോർഫിസം ആണ് ആര്? ഫൈ. ഇനി പറയണത് എച്ച് എന്നത് ഇറ്റ്സ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണെങ്കിൽ, എച്ച് എന്നത് ഇതിനകത്തെ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ ഇമേജസിൻ്റെ കളക്ഷൻ, അത് നമ്മൾ പറഞ്ഞ പേരെന്താ? ഫൈ ഓഫ് എച്ച്, അത് ഇറ്റ്സ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ് എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എടുക്കണ സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ ഇമേജസ് എന്തായിരിക്കും? സബ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ജിയുടെ ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്താലും അതിൻ്റെ ഇമേജ് എന്തായിരിക്കും? ജി ഡാഷിൻ്റെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. അതാണ് മൂന്നാമത്തെ പറഞ്ഞത്. നാലാമത്തെ തിരിച്ചാണ് പറഞ്ഞത്. നാലാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞത് ജി ഡാഷിൻ്റെ ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ജിയുടെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സബ് ഗ്രൂപ്പാണ് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം? ആദ്യം സബ്സെറ്റാന്ന് കാണിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എന്തെടുത്തു? ലെറ്റ്
H be a subgroup of G. Phi എന്നത് G ഇന്ന് G ഡാഷിലേക്കാണ്. Therefore, phi of H is equal to എന്താ വരിക? Phi of H എന്ന് പറയുന്നത് എന്താ? The set of all phi of A where A belongs to H. അല്ലേ? Phi of H എന്ന് പറഞ്ഞാൽ H-നകത്തെ എകളുടെ ഇമേജസിൻ്റെ കളക്ഷനാണ്. വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് G ഡാഷ്. അല്ലേ? G ഡാഷ് ആണ് അതിൻ്റെ കോഡൊമൈൻ. കോഡൊമൈൻ്റെ സബ്സെറ്റ് ആയിരിക്കും എപ്പോഴും എന്തുണ്ടാവുക? റേഞ്ച് സെറ്റ് ഉണ്ടാവുക. Therefore, we can say that phi of H is a subgroup. So, okay, it's a subset of phi of H is a subset of G dash. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. Phi of H is a subset of G dash. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സബ്സെറ്റ് ആവണം, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം, ഐഡൻറ്റിറ്റി ഉണ്ടാവണം, ഇൻവേഴ്സ് ഉണ്ടാവണം. അപ്പോൾ ഇനി ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്ത്. ഫസ്റ്റ് പ്രൂവ് ചെയ്താണ് എച്ച് സബ് ഗ്രൂപ്പ് ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഫൈ ഇസ് മാപ്പിംഗ് ഫ്രം ജി ടു ജി ഡാഷ് ആണ്. അപ്പോൾ ഫൈ ഓഫ് എച്ച് ഇസ് സബ്സെറ്റ് ഓഫ് ജി ഡാഷ് ആണ്. ഇനി നമുക്കത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് കാണിക്കണം. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് എലമെൻറ്റ്സ് എടുത്തു. ദാറ്റ് എ ഡാഷ് കോമ ബി ഡാഷ് ബിലോങ്സ് ടു ഫൈ ഓഫ് എച്ച്. ഫൈ ഓഫ് എച്ചിനകത്ത് രണ്ട് എലമെൻറ്റ്സ് ആണ് എ ഡാഷും ബി ഡാഷും. അങ്ങനെയാണെന്ന് വെച്ചാൽ എ ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് എ വേർ എ ബിലോങ്സ് ടു എച്ച്. അല്ലേ? എച്ചിനകത്തെ ഏതോ ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് ആണ് ഫൈ ഓഫ് എ. ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? ഇറ്റ് ഫൈ ഓഫ് ബി വേർ ബി ബിലോങ്സ് ടു എച്ച്. ഫോർ എനിയാണ് കേട്ടോ. ഏതോ എച്ചിനകത്തെ രണ്ട് എലമെൻറ്റ്സിൻ്റെ ഇമേജസ് ആണ് ഏതൊക്കെ ഉണ്ടാവുക? എ ഡാഷും ബി ഡാഷും ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ഗെറ്റ് എ ബിലോങ്സ് ടു എച്ച് ആൻഡ് ബി ബിലോങ്സ് ടു എച്ച്. ദർഫോർ എ ബി ബിലോങ്സ് ടു എച്ച് ആവണ്ടേ? കാരണം എന്താ? എച്ച് ഒരു സബ് ഗ്രൂപ്പാണ്. എച്ച് സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ എച്ചിനകത്ത് ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും അതിൻ്റെ പ്രൊഡക്റ്റ് എവിടെ ഉണ്ടാവണം? അതിനകത്ത് ഉണ്ടാവണം. സോ വി ഗെറ്റ് എ കോമ ബി ബിലോങ്സ് ടു എച്ച് ആണ്. എ കോമ ബി ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ ഫൈ ഓഫ് എ ബി ബിലോങ്സ് ടു എച്ച് ആവണ്ടേ? നമുക്ക് ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി, നോട്ട് ഫൈ എച്ച്. എച്ച് അല്ല, ഇത് എന്താവുക? ഫൈ ഓഫ് എച്ച്. അല്ലേ? സോ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ബിലോങ്സ് ടു ഫൈ ഓഫ് എച്ച് എന്ന് കിട്ടും ബൈ ഹോമോമോർഫിസം പ്രോപ്പർട്ടി. ഇതിന് നമുക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് എ പറഞ്ഞാൽ ഫൈ ഓഫ് എ ഈസ് എ ഡാഷ്. എ ഡാഷ് ഇൻറ്റു ബി ഡാഷ് ബിലോങ്സ് ടു ഫൈ ഓഫ് എച്ച്. അപ്പോൾ നമ്മൾ എടുത്തതാണ് ലെറ്റ് എ ഡാഷ് കോമ ബി ഡാഷ് ബിലോങ്സ് ടു ഫൈ ഓഫ് എച്ച്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ഡാഷ് ഇൻറ്റു ബി ഡാഷ് ബിലോങ്സ് ടു ഫൈ ഓഫ് എച്ച്. സോ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ്. അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞത്. എ ഡാഷ് ബി ഡാഷ് എന്നുള്ള രണ്ട് എലമെൻറ്റ് ഫൈ ഓഫ് എച്ച് എന്നെടുത്തു. അപ്പോൾ എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എ രൂപത്തിലും ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് ബി രൂപത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എ കോമ ബി ബിലോങ്സ് ടു എച്ച് ആണ്. അപ്പോൾ എയും ബിയും എച്ചിനകത്താണ്. എച്ച് ഒരു സബ് ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദർഫോർ എ ബി ബിലോങ്സ് ടു എച്ച് ആണ്. എ ബി ബിലോങ്സ് ടു എച്ച് എന്ന് വെച്ചാൽ ഫൈ ഓഫ് എ ബി എന്നുള്ളത് ഫൈ ഓഫ് എച്ചിൻ്റെ ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഫൈ ഹോമോമോർഫിസം പ്രോപ്പർട്ടി പ്രകാരം ഫൈ ഓഫ് എ ബി നമുക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്ന് എഴുതാം. ഫൈ ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ഡാഷ് ആണ് ഇൻറ്റു ബി ഡാഷ്. സോ വി ഗെറ്റ് എ ഡാഷ് ഇൻറ്റു ബി ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ബി ബിലോങ്സ് ടു എച്ച്. ദർഫോർ ഫൈ ഓഫ് എച്ച് ഇസ് ക്ലോസ്ഡ് അണ്ടർ ദ ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് കിട്ടിയത് സബ്സെറ്റ് ആണെന്നും കിട്ടി, ക്ലോഷർ പ്രോപ്പർട്ടിയും കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? ഇ ബി ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ജി ആൻഡ് ഇ ഡാഷ് ബി ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ഇ ഡാഷ് എടുത്തു. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള എന്താ? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇ ഡാഷ് ബിലോങ്സ് ടു ഫൈ ഓഫ് എച്ച്. ഇ ഡാഷ് എന്നുള്ളത് ഫൈ ഓഫ് എച്ചിനകത്ത് ഉണ്ടെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇ ബിലോങ്സ് ടു ഇ ബി ദ ഐഡൻറ്റിറ്റി ഓഫ് ജി ആണ് ആൻഡ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. അങ്ങനെ വെച്ചാൽ നമ്മൾ തിയറം പറഞ്ഞിട്ടുണ്ട്, സബ് ഗ്രൂപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ഐഡൻറ്റിറ്റീസ് സെയിം ആയിരിക്കും. ദർഫോർ ഇ ബി ദ ഐഡൻറ്റിറ്റി ഓഫ്
ഓഫ് എച്ച്. ജിക്കകത്ത് ഐഡൻറ്റിറ്റിയാണ് എച്ചിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാവുക. അതുകൊണ്ട് ഇ എന്നത് എച്ചിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ദാറ്റ് ഇസ് ഇ ബിലോങ്സ് ടു എച്ച്. ഇ ബിലോങ്സ് ടു എച്ച് പറഞ്ഞാൽ നമുക്കതറിയാം ഫൈ ഓഫ് ഇ ബിലോങ്സ് ടു ഫൈ ഓഫ് എച്ച്. ഫൈ ഓഫ് ഇ പറഞ്ഞാൽ എന്താ ഇ ഡാഷ്. ദർഫോർ ഇ ഡാഷ് ബിലോങ്സ് ടു ഫൈ ഓഫ് എച്ച്. ദർഫോർ ദ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ്. ഓക്കെ, അതാണ് സിൻസ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി, ഇ ബിലോങ്സ് ടു എച്ച് ആണ്. ഇ ബിലോങ്സ് ടു എച്ച് എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് ഇ ബിലോങ്സ് ടു ഫൈ ഓഫ് എച്ച്. ഫൈ ഓഫ് ഇ നമുക്ക് എന്ത് എഴുതാം? ഇ ഡാഷ് എന്ന് എഴുതാം. ദർഫോർ ദ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ്. അപ്പോൾ ആദ്യം സബ്സെറ്റ് ആണെന്ന് കിട്ടി, രണ്ടാമത്തെ ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് കിട്ടി, അല്ല ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടെന്ന് കിട്ടി, മൂന്നാമത് നമുക്ക് ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് കിട്ടി. ഇനി നമുക്ക് ഇൻവേഴ്സ് ഉണ്ടെന്ന് കൂടി കാണിക്കണം. അതിന് വേണ്ടി നമ്മൾ എന്തെടുത്തു? എ ഡാഷ് എന്നുള്ള എലമെൻ്റ് എടുത്തു. അതിന് ഇൻവേഴ്സ് ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, ലെറ്റ് എ ഡാഷ് ബിലോങ്സ് ടു ഫൈ ഓഫ് എച്ച്. അപ്പോൾ എ ഡാഷിൻ്റെ ഇൻവേഴ്സ് ഫൈ ഓഫ് എച്ചിനകത്ത് ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ എ ഡാഷ് ബിലോങ്സ് ടു ഫൈ ഓഫ് എച്ച് ആണെന്ന് വെച്ചാൽ എ ഡാഷ് നമുക്ക് എന്ത് എഴുതാം? സം ഫൈ ഓഫ് എ എന്ന് എഴുതാം, വേർ എ ബിലോങ്സ് ടു എച്ച് ആയിരിക്കും അല്ലേ. വി ഹാവ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അപ്പോൾ എ ബിലോങ്സ് ടു എച്ച് ആണെന്ന് വെച്ചാൽ എന്തുണ്ടാവും? എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. എ ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആയിരിക്കും അല്ലേ. കാരണം എന്താ? എച്ച് ഗ്രൂപ്പാണ്. എച്ച് ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഏതൊരു എലമെൻ്റ് വെച്ചാലും അതിൻ്റെ ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും? എച്ചിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് ഫൈ ഓഫ് എ ഇൻവേഴ്സ് ബിലോങ്സ് ടു ഫൈ ഓഫ് എച്ച്. ചെയ്തത്രേ ഉള്ളൂ. എ ഡാഷ് ബിലോങ്സ് ടു ഫൈ ഓഫ് എച്ച് എന്നെടുത്തു. അങ്ങനെ വെച്ചാൽ എ ഡാഷ് നമുക്ക് ഫൈ ഓഫ് എ എന്ന് എഴുതാം, വേർ എ ബിലോങ്സ് ടു എച്ച്. എ ബിലോങ്സ് ടു എച്ചും ആണ്, എച്ച് ഒരു സബ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിന് ഇൻവേഴ്സായ എ ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും? എച്ചിനകത്ത് ഉണ്ടാവും. എ ഇൻവേഴ്സ് എച്ചിനകത്തുണ്ടെങ്കിൽ ഫൈ ഓഫ് എ ഇൻവേഴ്സ് എന്നുള്ളത് എവിടെ ഉണ്ടാവും? ഫൈ ഓഫ് എച്ചിനകത്ത് ഉണ്ടാവും. രണ്ടു വട്ടം ഫൈ എടുത്തു, ഫൈ ഓഫ് എച്ചിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ പ്രകാരം ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ഫൈ ഓഫ് എ ഹോൾ ഇൻവേഴ്സ്. അത് എവിടെ ഉണ്ട്? ബിലോങ്സ് ടു ഫൈ ഓഫ് എച്ച്. അപ്പോൾ ഫൈ ഓഫ് എ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഫൈ ഓഫ് എ ഇൻവേഴ്സ് ബിലോങ്സ് ടു ഫൈ ഓഫ് എച്ച് എന്ന് കിട്ടി. ഫൈ ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഫൈ ഓഫ് എ പറയുന്നത് എ ഡാഷ്. സോ എ ഡാഷ് ഇൻവേഴ്സ് ബിലോങ്സ് ടു ഫൈ ഓഫ് എച്ച്. അപ്പോൾ എ ഡാഷ് ഇൻവേഴ്സ് എന്നത് എവിടെ ഉണ്ട്? ഫൈ ഓഫ് എച്ചിനകത്തുണ്ട്. Therefore we can say that for any a dash belongs to phi of h, a dash inverse belongs to phi of h. അപ്പോൾ phi of h subgroup of g dash, subset of g dash ആണ്. പിന്നെ അതിൽ അവിടെ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്. ഏത് എലമെൻ്റ് എ ഡാഷ് എടുത്താലും ഇൻവേഴ്സ് എവിടെ ഉണ്ട്? phi of hനകത്തുണ്ട്. ഓക്കെ, സോ every element phi of h has an inverse in phi of h. Therefore we can say that h is a subset of g dash, phi of h is a subset of g dash, phi of h is closed under the operation, and phi of h contains the identity, and for any a dash belongs to phi of h, a dash inverse belongs to. Therefore phi of h is a subgroup of g dash. നമുക്ക് നേരെ തിരിച്ച് ചെയ്യണം. അതായത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ജി ഡാഷ് അല്ലേ. ഈ ജി ഡാഷിനകത്ത് ഒരു സബ് ഗ്രൂപ്പ് എടുക്കുകയാണ് കെ. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ഇമേജസ് അല്ലേ, ഇതൊക്കെയാണ്. അപ്പോൾ ഇൻവേഴ്സ് ഇമേജസിൻ്റെ കളക്ഷൻ, അതായത് ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നാണ് പ്രൂവ് ചെയ്യണം. ഇഫ് കെ ഈസ് എ സബ് ഗ്രൂപ്പ്, കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ് ആണെങ്കിൽ ഫൈ ഇൻവേഴ്സ് ഓഫ് കെ എന്നുള്ളത് ജിയുടെ സബ് ഗ്രൂപ്പാണെന്നാണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം എന്തെണ്ണം? ആദ്യം സബ്സെറ്റ് ആണെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? ലെറ്റ് കെ ഡാഷ് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ്. ഫൈ എന്നുള്ളത് എവിടെ നിന്നാണ്? ജിന്ന് ജി ഡാഷിലേക്കുള്ള ഫംഗ്ഷനാണ്. Therefore phi inverse of k dash എന്ന് പറഞ്ഞിട്ട് എന്താ? It is the set of all a belongs to g such that phi of a belongs to k dash. k dashനകത്ത്
ഇമേജ് വരുന്ന എകളുടെ കളക്ഷൻ, വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി. അല്ലേ, ജിയുടെ സബ്സെറ്റുകളാണ്. Therefore we can say that phi inverse of k dash is a subset of G. അല്ലേ, സബ്സെറ്റ് ഓഫ് ജി എന്താ വന്നത്? ഏതൊക്കെ എലമെന്റ് ആണോ phi ഓഫ് എ ബിലോങ്സ് ടു കെ ഡാഷിൽ അങ്ങനെയുള്ള ജിക്കകത്ത് എലമെന്റ്സുള്ള കളക്ഷൻ ആണ്. അപ്പോൾ ജിക്കകത്ത് എല്ലാ എലമെന്റ്സും വരില്ല, അതിന് ഇമേജ് എവിടെ വേണം? കെ ഡാഷിനകത്ത് വന്നുള്ളൂ. അപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. Therefore phi of a inverse, phi inverse of k dash is a subgroup of subset of G എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ കെ ഡാഷ് ഇസ് സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നെടുത്തു. ഫൈ ഇസ് എ ഫംഗ്ഷൻ ഫ്രം ജി ടു ജി ഡാഷ്. Therefore phi inverse of k dash എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സബ് ഗ്രൂപ്പ്, ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് ജി എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ലെറ്റ് ക്ലോഷർ പ്രോപ്പർട്ടി നോക്കുകയാണ്. അപ്പോൾ എ കോമ ബി ബിലോങ്സ് ടു phi inverse of k dash നിർത്തും. അങ്ങനെയാണെങ്കിൽ എപ്പോൾ നമ്മൾ പറയാം? വാട്ട് ഈസ് therefore a comma b belongs to the set of all phi of a belongs to the set of all a belongs to G such that phi of a belongs to k dash. ഇതാണ് നമ്മളെ ഡെഫിനേഷൻ. അപ്പോൾ ഇതിനർത്ഥം എന്താ? എ ബി ബിലോങ്സ് ടു കെ ഡാഷ് ആണെങ്കിൽ ഫൈ ഓഫ് എവിടെ ഉണ്ടാവും? കെ ഡാഷിനകത്ത് ഉണ്ടാവും. അപ്പോൾ എ നമുക്ക് എന്ത് എഴുതാം? എ ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് എന്ന് പറഞ്ഞ അർത്ഥം, വിച്ച് ഇംപ്ലൈസ് ഫൈ ഓഫ് എ ബിലോങ്സ് ടു കെ ഡാഷ്. അതേപോലെ കെ ഡാഷ് ആണ്. അതേപോലെ തന്നെ ബി ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് എന്ന് പറഞ്ഞ അർത്ഥം ഫൈ ഓഫ് ബി ബിലോങ്സ് ടു കെ ഡാഷ്. സോ നമുക്ക് കിട്ടിയതാണ് ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് എന്ന് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വിച്ച് ഇംപ്ലൈസ് ഫൈ ഓഫ് എ ബിലോങ്സ് ടു കെ ഡാഷ് എന്നും phi of b belongs to k dash എന്ന് കിട്ടി. നമുക്കറിയാം k dash is a subgroup of g dash ആണ്. അപ്പോൾ സബ് ഗ്രൂപ്പ് ആണ് ചെയ്തിട്ടാവണം ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലേ, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? therefore phi of a into phi of b belongs to k dash. അപ്പോൾ ഹോമോമോർഫിസം പ്രോപ്പർട്ടി പ്രകാരം phi of a into phi of b നമുക്ക് എന്ത് എഴുതാം? phi of a b belongs to k dash. phi of a b belongs to k dash ആണെങ്കിൽ phi of a b belongs to k dash എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? k dash ആണ്, which implies a b belongs to phi inverse of k dash. അപ്പോൾ നമുക്ക് എന്തെടുത്തു? a b belongs to phi inverse of k dash എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? we get a into b belongs to phi inverse of k dash. Therefore phi inverse of k dash is closed. So phi inverse of k dash is a closed under the operation. ഇത് ഇത്രയേ ഉള്ളൂ. a comma b belongs to phi inverse of k dash എടുത്തു. അപ്പോൾ phi of a belongs to k dash ആണ്, phi of b belongs to k dash ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ പ്രൊഡക്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി പ്രകാരം phi of a into phi of b belongs to k dash എന്ന് കിട്ടി. ഹോമോമോർഫിസം പ്രോപ്പർട്ടി പ്രകാരം phi of a b is equal to phi of a into phi of b ആണ്. അത് k ഡാഷിനകത്തുണ്ട്. therefore a b belongs to phi inverse of k dash. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? ലെറ്റ് ഇ ബി ദ ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ജി. ഇ ബി ദ ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ജി എന്നെടുത്തു. നമുക്കറിയാം ഇ ഡാഷ് ബി ദ ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ജി ഡാഷ് ആണ്. ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ജി ഡാഷ് ആണ്. ആൻഡ് വി ഹാവ് കെ ഡാഷ് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ്. അപ്പോൾ ഗ്രൂപ്പിൻ്റെയും സബ് ഗ്രൂപ്പിൻ്റെയും ഐഡന്റിറ്റീസ് സെയിം ആയിരിക്കും. therefore e dash is a subgroup e dash is the identity element of k dash എന്ന് എഴുതാൻ പറ്റും. അതായത് e dash belongs to k. നമുക്കറിയാം e dash എന്ന് പറഞ്ഞാൽ എന്താ? phi of e ആണ്.
അപ്പോൾ phi of E belongs to K dash. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് E dash is equal to phi of E belongs to K dash എന്ന് കിട്ടി. അപ്പോൾ ഇത് പ്രകാരം E belongs to phi inverse of K dash. Therefore identity belongs to K dash എന്ന് കിട്ടി. phi inverse of K dash. അപ്പോൾ ഇൻവേഴ്സും ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ഈ ഐഡന്റിറ്റി ഓഫ് ജി ആണ്. ഇ ഡാഷ് എന്നുള്ള ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ജി ഡാഷ് ആണ്. ഇ ഡാഷ് നമ്മൾ ഫൈ ഓഫ് ഇ എന്ന് എഴുതാം. കെ ഡാഷ് സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ജി ഡാഷിനകത്ത് ഐഡന്റിറ്റിയും കെ ഡാഷിനകത്ത് ഐഡന്റിറ്റിയും സെയിം ആയിരിക്കും. അപ്പോൾ ഇ ഡാഷ് എന്നുള്ളത് അവിടെ ഉണ്ട്, കെ ഡാഷിനകത്തുണ്ട്. അപ്പോൾ ഫൈ ഇ ഡാഷ് നമ്മൾ ഫൈ ഓഫ് ഇ എന്ന് എഴുതിയാൽ വി ഗെറ്റ് ഫൈ ഓഫ് ഇ ബിലോങ്സ് ടു കെ ഡാഷ്. ദർഫോർ ഇ ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അവിടെ ഇൻവേഴ്സ് എലമെന്റ് ഉണ്ടെന്ന് കൂടി കാണിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? ലെറ്റ് എ ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് എന്നെടുത്തു. അതിനകത്ത് എന്താ? ദർഫോർ ഫൈ ഓഫ് എ ബിലോങ്സ് ടു കെ ഡാഷ് അല്ലേ? എ ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എ ബിലോങ്സ് ടു കെ ഡാഷ് ആണ്. ഫൈ ഓഫ് എ ബിലോങ്സ് ടു കെ ഡാഷ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കെ ഡാഷ് സബ് ഗ്രൂപ്പാണ് അല്ലേ? കെ ഡാഷ് ഒരു സബ് ഗ്രൂപ്പാണ് ജി ഡാഷിനകത്ത്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് അവിടെ ഉണ്ടാവണം. ദർഫോർ ഫൈ ഓഫ് എ ഹോൾ ഇൻവേഴ്സ് ബിലോങ്സ് ടു കെ ഡാഷ്. എന്നാൽ സബ് ഗ്രൂപ്പാണ്. സബ് ഗ്രൂപ്പാണെങ്കിൽ എന്തുണ്ടാവണം? ഏത് എലമെന്റ് എടുത്താലും ഇൻവേഴ്സ് അവിടെ ഉണ്ടാവണം, അതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ ഫൈ ഓഫ് എ ഇൻവേഴ്സ് ബിലോങ്സ് ടു, അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? എ ബിലോങ്സ്, നമുക്ക് എടുത്തതാണ് എ ബിലോങ്സ് ടു കെ ഡാഷ് ആണ്. ഇംപ്ലൈസ് ഫൈ ഓഫ് എ ബിലോങ്സ് ടു, സോറി കെ ഡാഷ് അല്ല, ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് എടുത്തു. അപ്പോൾ നമുക്ക് ഫൈ ഓഫ് എ ബിലോങ്സ് ടു കെ ഡാഷ് എന്ന് കിട്ടി. ദർഫോർ ഫൈ ഓഫ് എ ഹോൾ ഇൻവേഴ്സ് ബിലോങ്സ് ടു കെ ഡാഷ് എന്ന് കിട്ടി. അതായത് ഫൈ ഓഫ്, രണ്ടാമത്തെ പ്രോപ്പർട്ടി പ്രകാരം എന്താണ്? ഫൈ ഓഫ് എ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻവേഴ്സ് അല്ലേ? അത് ബിലോങ്സ് ടു എന്താണ്? കെ ഡാഷ് ആണ്. വിച്ച് ഇംപ്ലൈസ് എ ഇൻവേഴ്സ് ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ്. അപ്പോൾ നമുക്ക് ഏത് എലമെന്റ് എടുത്താലും എ ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് എടുത്താൽ എ ഇൻവേഴ്സ് ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് എന്ന് കിട്ടി. ദർഫോർ അവിടെ എന്തുണ്ട്? ഇൻവേഴ്സ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്, അത് സബ്സെറ്റ് ആണ്. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ഉണ്ട്, ഐഡന്റിറ്റി ഉണ്ട്, ഇൻവേഴ്സ് ഉണ്ട്. സോ this is a subgroup of, that is phi inverse of K dash is a subgroup of G. എപ്പോഴാണ്? if K dash is a subgroup of G dash. K dash G dash subgroup ആണെങ്കിൽ മാത്രമാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഓക്കെ, താങ്ക് യു.